ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനവുമായി നമുക്കായിരിക്കാൻ ദൈവം തന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ നിന്നാണ് ആണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 6-ാം അധ്യായം 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിനിഷ് ചെയ്തു. ഇന്ന് 11-ാമത്തെ വാക്യത്തിലേക്കാണ് നാം പോകുന്നത്. 10 വരെയുള്ള വാക്യങ്ങളിൽ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറയുന്നു, നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് സഹപ്രവൃത്തിക്കാരായി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പൗലോസ് അപ്പോസ്തലൻ ഒരു കൃപയുടെ അല്ലേ? എന്ത് പറഞ്ഞാലും ദൈവത്തിന്റെ കൃപ എന്ന് മാത്രമേ പറയാനുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്, അല്ലേ? നമുക്കും അങ്ങനെ തന്നെ പറയണം, ഞാനായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാലാണ്. ഈ കാലത്ത് നമുക്കറിയാം, കൃപയെ വൃഥാവാക്കി കളയുന്ന ഇഷ്ടം പോലെയുണ്ട്, ദുരുപയോഗം ചെയ്യുന്ന ഇഷ്ടം പോലെയുണ്ട്. അവരുടെ കൂട്ടത്തിലായിത്തീരാതെ കൃപയെ അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രീതിയിൽ നാം ഉപയോഗിക്കുകയും അതുപോലെ തന്നെ നമുക്കും അങ്ങനെ പറയാൻ കഴിയണം, നാമുമായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരം അരുളി, രക്ഷാ ദിവസം ഞാൻ നിന്നെ സഹായിച്ചു എന്ന്. അത് സുവിശേഷത്തിന്റെ സുവിശേഷം അറിയിക്കുന്നതിനുള്ള ആ തിടുക്കത്തെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലെ? അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങള് ശുശ്രൂഷയ്ക്ക് ഒരാക്ഷേപവും വരാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു എന്ന് പറയുന്ന ഏത് കാര്യത്തിലും എത്രത്തോളം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും അതിന്റെയൊക്കെ നടുവിൽ എതിർത്ത് നിൽക്കാതെ എന്താ ചെയ്തത്? ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകരായി ഞങ്ങൾ കാണിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. കാരണം എന്തൊക്കെ എതിരുകളാ പൗലോസ് അപ്പോസ്തലന് ഉണ്ടായത്? പൗലോസ് അപ്പോസ്തലനെ ദുഷിച്ചു പറയുന്നവരെ, അപ്പോസ്തലൻ അല്ലെന്ന് പറയുന്നവരെ, ക്രിസ്തുവിൽ സംസാരിക്കുന്നു എന്ന് പറയുന്നവരെ, അങ്ങനെ അനേകരുടെ നടുവിലൂടെ അപ്പോസ്തലൻ സുവിശേഷം അറിയിച്ചല്ലേ. നമ്മളൊരു ചെറിയ സമൂഹത്തിലായിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മള് എന്താ ചെയ്യുന്നേ? നമ്മൾ വിഷമിക്കും, അല്ലേ? നമ്മൾ കുറ്റം പറയൊക്കെ ചെയ്യും. പക്ഷെ അതിലൊന്നും കുറ്റം പറയാതെ ഏതൊക്കെ സ്ഥലത്ത് ഇല്ലൂര്യ ദേശം വരെ സഞ്ചരിച്ചെന്ന് പറയുന്നുണ്ട്. അക്കാലത്ത് തനിക്ക് പോയി പറ്റാവുന്ന കടലിലൂടെയും കരയിലൂടെയും തനിക്ക് പോയി പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെയും പോയി താൻ സഞ്ചരിച്ചു, സുവിശേഷം അറിയിച്ചു. അപ്പം നമ്മളൊരു ചെറിയ ഗ്രൂപ്പിനകത്തായിരിക്കും, അതിനകത്ത് എത്രത്തോളം വിപരീത സ്വഭാവക്കാരുണ്ട്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ ആലോചിച്ചു നോക്കൂ, എത്രയോ രാജ്യങ്ങളിലെ ഭൂഖണ്ഡങ്ങളിൽ താൻ യാത്ര ചെയ്തപ്പോഴും ഈ പല തരത്തിലുള്ള ആൾക്കാർ, വ്യത്യസ്തമായ സ്വഭാവമുള്ളവര്, വ്യത്യസ്തമായ ജീവിത രീതികളുള്ളവര്, അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലൊക്കെ പോയപ്പോൾ ചിലർക്കറിയാം, സുവിശേഷം അറിയിച്ചുകൊണ്ട് പോകുമ്പോൾ ചിലവര് ചീത്ത വിളിക്കും, അല്ലേ? അപ്പൊ വേണ്ടാത്തൊക്കെ പറയാം. അങ്ങനെയുള്ളവരൊക്കെ നടുവിൽ പറയുകയാണ്, ഞങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെന്ന് കാണിക്കുന്നു. ദുഷിച്ചു പറയുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാണെന്ന് തങ്ങൾ കാണിക്കുകയാണ്. നമ്മള് 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ അവസാനം ഭാഗം, ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ എല്ലാവരുടെയും എന്താ പറയുക, ചിലർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, ചിലർക്ക് ജീവനിലേക്കുള്ള വാസന എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ഞങ്ങൾ എല്ലാവരുടെയും ഇവിടെ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയായിരിക്കും എന്നാ പറയുന്നത്, അല്ലെ? തങ്ങളെ ദൂഷിച്ചു പറയുന്നവരെയും തങ്ങൾ തോറ്റുപോയെന്ന് പറയുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന്റെ സൗരഭ്യ വാസനയെന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നുണ്ട്. ഇവിടെ ഇത് പറയാണ്, ഞങ്ങളുടെ ശുശ്രൂഷ അനേക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഞങ്ങൾ അവയിലൊന്നും ആരെയും ദുഷിച്ചു പറയാതെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണ്, ഞങ്ങളുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാണ്, ഞങ്ങളുടെ ദൈവത്തിന്റെ സ്വഭാവം ഞങ്ങൾ കാണിക്കണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞങ്ങളെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാണെന്ന് എല്ലാ നിലത്തിലും കാണിക്കുക. ദൈവത്തിന്റെ നാമത്തിന്റെ അവഹേളനം സംഭവിക്കുന്ന, അല്ലെങ്കിൽ ദുഷിച്ചു പറയുന്ന ഒരു കാര്യത്തിൽ, അല്ലെ ദൈവത്തിന്റെ നാമം കളങ്കപ്പെടുന്ന ഒരു കാര്യത്തിലും ഞങ്ങൾ ഇടപെടാറില്ല. ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷന്മാരെ കാണിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 10-18 കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നല്ലേ. ആ കാര്യങ്ങളെല്ലാം ചിലത് അവർ കടന്നുപോയ പ്രശ്നങ്ങളാണ്. ആ കടന്നുപോയ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ കുറച്ച് ഒരു അവസാനത്തെ 18 കാര്യങ്ങൾ പറഞ്ഞ് ആ കാര്യങ്ങളുടെ ഇടയിലും തങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷന്മാരായി കാണിക്കാൻ കാരണം ദൈവം അവരുടെ മേൽ ചൊരിഞ്ഞ ദൈവത്തിന്റെ കൃപയും കൃപാവരങ്ങളും നിമിത്തമാണ്, അല്ലെ? കഷ്ടങ്ങളുടെ നടുവിലും ദൈവം അവരെ കരുതുന്നു. ഫറവോനെ പോലെ നമ്മുടെ കർത്താവ് എന്താ പറയുന്നത്,
ഇഷ്ടിക വൈക്കോല് കൊടുക്കാതെ ഇഷ്ടിക ചോദിക്കുന്ന കർത്താവ് അല്ല, ദൈവമല്ല നമ്മുടെ കർത്താവ് അല്ലേ. ആ എന്തൊക്കെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയ കർത്താവ് പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകാൻ നമ്മളെ അനുവദിക്കുമെങ്കിലും ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തും അതിൽ നിന്ന് അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു വലിയൊരു കൃപയും കൂടെ ദൈവം നമുക്ക് തരും അല്ലെ. അങ്ങനെ ആ കഷ്ടങ്ങളിലൂടെ കടന്നു പോയപ്പോ പൗലോസ് അപ്പോസ്തലന് ദൈവത്തിന്റെ വലിയൊരു കൃപ ലഭിച്ചു. ദൈവത്തിന്റെ കൃപകളാൽ അതുകൊണ്ടല്ലേ നമ്മള് ആ 7-ാമത്തെ വാക്യം മുതൽ പറയും, ആം, ആം, 6-ാമത്തെ വാക്യങ്ങളിൽ പകുതി മുതൽ പറയുന്നുണ്ട്, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാ, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും എന്നൊക്കെ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ താഴോട്ട് പറയുന്ന മൊത്തം കാര്യങ്ങൾ 18 കാര്യങ്ങൾ അവസാനം ആദ്യത്തെ 10 കാര്യങ്ങൾ കഷ്ടതകളിലൂടെ കടന്നുപോയത്, പിന്നത്തെ 18 കാര്യങ്ങൾ പറയുന്നത് ആ ദൈവത്തിന്റെ ആത്മാവിനാൽ ലഭിച്ച ഒരു കൃപ, ആ ഒരു കരുണയും കൃപയാലുമാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി ഞങ്ങളെ തന്നെ കാണിക്കുന്നു. ദൈവനാമത്തിന് കളങ്കപ്പെടുന്ന ഒരു കാര്യത്തിലും ഞങ്ങൾ ഇടപെടുന്നില്ല എന്നാണ് അവിടെ. ഇനി 11-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 11-ാമത്തെ വാക്യം. 11. അല്ലയോ കൊരിന്ത്യരേ, ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു. എന്നോട് വായിക്കാം. അല്ലയോ കൊരിന്ത്യരേ, ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്ന മക്കളോടെന്ന പോലെ, പ്രിയ മക്കൾ, ഒരു പിതാവ് മക്കളോട് സംസാരിക്കുന്ന രീതിയിലാണ് അവരോട് സംസാരിക്കുന്നത്. അല്ലയോ കൊരിന്ത്യരേ, എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എത്രത്തോളം സ്നേഹത്തോടും ഒരു പിതാവിന്റെ വാത്സല്യത്തോടും ഇടപെടാൻ കഴിയുന്ന ദൈവത്തിന്റെ വലിയൊരു കൃപയാലാണ് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ സംസാരിക്കുന്നത്. അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം വിശാലമാക്കണം എന്ന് വെച്ചാൽ പഴയതിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. പഴയ പൗലോസ് അപ്പോസ്തലനാൽ രൂപീകൃതമായപ്പെട്ട ഒരു സഭയാണ് കൊരിന്ത സഭ അല്ലെ. അന്ന് പൗലോസ് അപ്പോസ്തലനും അത് കഴിഞ്ഞ് അപ്പല്ലോസും ഒക്കെ അവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന സമയത്ത് ആ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞെന്നല്ല, ക്രിസ്തുവിന്റെ വചനം പിന്തുടരുന്നവരായിരുന്നു അവര്, ഹൃദയവിശാലതയുള്ളവരായിരുന്നു അവര്. പക്ഷെ അവരുടെ ഇടയിൽ ദുരുപദേഷ്ടാക്കന്മാർ കടന്നുകൂടിയത് മൂലം ലേഖനത്തിലൊക്കെ പറയുന്ന പോലെ നുഴഞ്ഞു കയറുന്ന കള്ള സഹോദരന്മാരൊക്കെ അവിടെ ഉണ്ടായത് കാരണം അവരുടെ ഇടയിൽ ഇടുക്കമുണ്ടായി, അവരുടെ ഹൃദയത്തിൽ സ്നേഹക്കുറവ് അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം വിശാലമാക്കണം എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന പൗലോസ് അപ്പോസ്തലന്റെ ഒരു യഥാർത്ഥമായ സ്നേഹമാണ് അവിടെ കാണുന്നത്. എന്താ പറയുന്നത്? അവിടെ പറയുന്നു, ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നേരോടുകൂടിയാണ് ഞങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ തുറന്ന മനസ്സോടുകൂടിയാണ് ഞങ്ങൾ സത്യത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതുപോലെ ഒരു തുറന്ന മനസ്സോടും കൂടെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറയുന്നു. നമുക്ക് എഫേസ്യ ലേഖനം 4:15 നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞങ്ങൾ സ്നേഹത്തിൽ സത്യം സംസാരിക്കുന്നു പറയുന്നുണ്ട്. ഞാൻ വായിച്ചു വിടാം. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യരോട് പറയുകയാണ്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവിന് തലയോളം സകലത്തിലും വളരുവീൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്നേഹത്തിൽ സത്യം സംസാരിക്കണമെന്നല്ല പൗലോസ് അപ്പോസ്തലൻ ഇവിടെ സ്നേഹത്താൽ അവരോട് സത്യം സംസാരിക്കുക, അതോടെ അവരോട് തുറന്ന മനസ്സോടും കൂടെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഹൃദയം വിശാലമായിരിക്കുന്നു എന്ന് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളെ കൈക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഹൃദയം തുറന്നിരിക്കുകയാണ് എന്ന് പറയുന്ന പല സന്ദർഭങ്ങളിലും പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ പല ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ കാണുന്നുണ്ട്. നമുക്കറിയാം അവരോട് പറയുന്നത്, നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയൊരു സ്ഥാനമുണ്ട്. അതൊന്നും അധികം വിശദീകരിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുക. നമുക്ക് 2 വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. വിശദീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ വായിക്കാം. 2 കൊരിന്ത്യർ 7:1-2 വായിച്ചു വിടുന്നതേ ഉള്ളൂ. 2 കൊരിന്ത്യർ 2:3. നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇടം തരുവേൻ, ഞങ്ങൾ ആരോടും അന്യായം ചെയ്തിട്ടില്ല, ആരെയും കെടുത്തിട്ടില്ല, ആരോടും ഒന്നും വഞ്ചിച്ചെടുത്തുമില്ല,
കുറ്റം വിധിപ്പാനല്ല ഞാനിത് പറയുന്നു, ഒരുമിച്ച് മരിപ്പാനും ഒരുമിച്ച് ജീവിപ്പാനും നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു എന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു. ഞങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു, കാരണം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണ് എന്നുള്ള രീതി, സഹവിശ്വാസികളാണ് എന്ന രീതി, ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗങ്ങളാണ് എന്ന നിലയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഇരിക്കുന്നു. അതുപോലെ തന്നെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ 2:7 അവിടെ തന്നെ 7-ാമത്തെ അധ്യായം തന്നെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്ന നിങ്ങളെ കുറിച്ച് ഞങ്ങൾ അധികമായി സന്തോഷിക്കുന്നു എന്ന് പറയുന്ന നിങ്ങളെ കൊണ്ട് ഞങ്ങൾ അധികമായി സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിൽ നിന്നുള്ള ഒരു സന്തോഷമാണ് അല്ലേ. വായിച്ചു വിടാം. 2 കൊരിന്ത്യർ 7:7. അവന്റെ വരവിനാൽ, തീത്തോസിന്റെ വരവിനാൽ മാത്രമല്ല, അവന് നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്താലും കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിക്കുന്നു. കൊരിന്ത്യർ എന്തെങ്കിലും ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൗലോസിനോട് സ്നേഹം കാണിക്കുമ്പോഴും ആ ഒരു ആശ്വാസത്താല് പൗലോസ് അപ്പോസ്തലൻ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്നേഹനിർഭരമായ ഒരു മനസ്സിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു ഫിലിപ്പി ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഹൃദയത്തിൽ ഇരിക്കുന്നു എന്ന്. ആ വാക്യം കൂടെ നമുക്ക് വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. ഫിലിപ്പി ലേഖനം 1:7. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എന്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എന്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കൊണ്ട്, അവിടെ പറയുന്നത് ഞാൻ എന്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, അവിടെ ഏകചിന്തയോട് ഇരിപ്പാനൊക്കെ പറയുന്നുണ്ടല്ലേ. അവിടെ ഐക്യത ഇല്ലാതിരുന്നൊരു സഭയായിരുന്നു അത്. അപ്പൊ അവരോട് പറയുന്ന ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു, അല്ലെ, ഞാൻ എന്റെ ഹൃദയത്തിൽ നിങ്ങളെ വഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇവിടെ ഇവരോടും പറയുകയാണ്, നിങ്ങൾ എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു, എന്റെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു, എന്റെ ഹൃദയം വിശാലമായിരിക്കും, ഞങ്ങൾ നിങ്ങളെ കൈക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ എന്ത് കാണിച്ചാലും എന്റെ ഹൃദയം അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇനി നമുക്ക് അതുപോലെ തന്നെ കർത്താവിന്റെ ഹൃദയം എപ്പോഴും വിശാലമായിരുന്നല്ലേ. കർത്താവ് നമ്മെ സ്നേഹിച്ച എപ്പോഴാ? നമ്മൾ നല്ലവരായിരുന്നപ്പോഴാ, അല്ലേ? നമ്മൾ നീതിയുള്ളവരായിരുന്നപ്പോഴാ? ഒന്നുമല്ല. നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ, നമ്മൾ ബലഹീനരായിരുന്നപ്പോൾ, നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ കർത്താവ് നമ്മെ സ്നേഹിച്ചല്ലേ. എഫേസ്യർ 2:1 പറഞ്ഞ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അവസ്ഥയിലായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലേ. നമ്മൾ ആ അവസ്ഥയിലായിരുന്നപ്പോഴും കർത്താവ് നമ്മെ സ്നേഹിച്ചു. എന്തുകൊണ്ടാ? കർത്താവിന്റെ ഹൃദയം വിശാലമായിരുന്നു. എന്തുകൊണ്ട്? ആ സ്നേഹത്തിൽ നിന്നുള്ള ഒരു ഹൃദയ വിശാലതയായിരുന്നു, അല്ലെ. ആ ഒരു സ്നേഹത്തിൽ നിന്നുള്ള ഹൃദയ വിശാലതയാണ് പൗലോസ് അപ്പോസ്തലന് ഉള്ളത്. അപ്പൊ നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? കൊരിന്ത്യരുടെ ഹൃദയത്തിന് ഇടുക്കമുണ്ട്, പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയം വിശാലമായിരിക്കുന്നു. അതൊക്കെ പഠിച്ചിട്ട് നമുക്ക് എന്നാ കാര്യം, അല്ലേ? പക്ഷെ നമ്മെ സ്നേഹിച്ച ദൈവം നമ്മളോട് ആ സ്നേഹം കാണിച്ചത് മൂലം, അല്ലെങ്കിൽ ആ ഹൃദയ വിശാലത കൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ദൈവ മക്കളായി തീരുവാനാണ് കാരണമായി തരുന്നത്. അപ്പം ദൈവത്തിന്റെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, കർത്താവ് നിങ്ങൾക്ക് പിന്തുടരുക ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. എല്ലാ കാര്യത്തിലും ഒരു മാതൃക വെച്ച നാഥന്റെ സഹോദരങ്ങളാണ് നമ്മൾ, അല്ലെ. അപ്പൊ ആ സ്നേഹം നമ്മളും കാണിക്കണം. അപ്പം കൊരിന്ത്യരോട് പൗലോസ് അപ്പോസ്തലൻ പറയും, നിങ്ങൾ ഹൃദയ വിശാലതയുള്ളവരായിരിക്കുന്നു. അപ്പൊ നമ്മളോടും പൗലോസ് അപ്പോസ്തലൻ ഇന്നത് വായിക്കുന്ന നമ്മളോടും പറയുകയാണ്, നമ്മളും ഹൃദയ വിശാലത ഉള്ളവരായിരിക്കണം. സ്നേഹമുള്ളിടത്ത് മാത്രമേ ഹൃദയവിശാലത ഉണ്ടാവുകയുള്ളൂ. അപ്പൊ സ്നേഹത്തിൽ നാം ഹൃദയവിശാലത കാണിക്കണം. അങ്ങനെ അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പോകാം. ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്രേ ഇടുക്കമുള്ളത്. ചിലപ്പം പൗലോസ് അപ്പോസ്തലൻ അവർ പറഞ്ഞു കാണുമായിരിക്കാം, പൗലോസ് അപ്പോസ്തലൻ ഞങ്ങളോട് ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞു കാണുമായിരിക്കാം, എന്റെ ഊഹമാണ്. അപ്പം ഇവിടെ പറഞ്ഞിട്ടില്ല. എങ്കിലും പൗലോസ് പറയുകയാണ്, നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ എന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഉപദ്രവവും വന്നിട്ടില്ല, അല്ലെങ്കിൽ എന്റെ ഹൃദയം നിങ്ങൾക്ക് വിശാലമായിരിക്കുകയാണ്, എന്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇടുക്കമില്ല, നിങ്ങളുടെ ഹൃദയങ്ങളിലാണ് ഇടുക്കമുള്ളത്. അവിടെ തമ്മിൽ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് നമുക്കറിയാം, അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എന്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നങ്ങളല്ല നിങ്ങളുടെ ഹൃദയങ്ങളിൽ പരിമിതികൾ ഉണ്ടാകാൻ കാരണം, അത് നിങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. എന്റെ സ്നേഹത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അതല്ലേ നമ്മൾ മുമ്പ് വായിച്ച വാക്യം 7:2-3, നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്കിടം തരുവീൻ. ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുകയാണ്, അല്ലെ. അപ്പൊ അവിടെയും നമുക്ക് പൗലോസ് പറയുന്നു, ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല, നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്രേ ഇടുക്കമുള്ളത് എന്ന് പറയുന്നു. നമുക്ക് 2 കൊരിന്ത്യർ 1:23 നമ്മള്
പൗലോസ് അപ്പോസ്തലൻ നമ്മൾ 1-ാം അധ്യായം 2-ാം അധ്യായം ഒക്കെ പഠിച്ചത് പൗലോസ് അപ്പോസ്തലന്റെ യാത്രാ പരിപാടികളിലെ വ്യതിയാനം വരുത്തിയ, നമ്മൾ ദീർഘമായിട്ട് പഠിച്ചതല്ലേ. വ്യതിയാനം വരുത്തിയ സമയത്ത് പൗലോസിനെ കുറ്റം പറഞ്ഞ അല്ലെങ്കിൽ എതിരെ നിന്ന കൊരിന്ത്യരോട് പറയുകയാണ്, ഞാനിക്ക് നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഇത്തവണയും ഞാൻ അങ്ങോട്ട് ഞാൻ വരാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ തീത്തോസിന്റെ കയ്യിൽ ലെറ്റർ എഴുതി കൊടുത്തത് ഞാൻ അവിടെ വന്നു കഴിഞ്ഞ് നിങ്ങളുടെ എന്താ പറയുന്നത്, 1 കൊരിന്ത്യർ പറയുന്നുണ്ട്, ഞാൻ വടിയോടുകൂടെ നിങ്ങളുടെ കൂടെ വരണ്ട, അല്ലെങ്കിൽ സ്നേഹത്തോടെ വരണ്ടെന്ന് ചോദിക്കുന്നത്. അപ്പൊ അവരുടെ അടുത്തോട്ട് വീണ്ടും ചെന്ന് കഴിഞ്ഞാൽ അവരെ വഴക്ക് പറയാനായിട്ട് അല്ലെങ്കിൽ ശകാരിക്കാൻ ഇടയായി തീരും. അതുകൊണ്ട് സ്നേഹം കൊണ്ട് ലെറ്റർ എഴുതി മാത്രം കൊടുത്തു വിട്ടത് അല്ലെ. നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 1:23. 2 കൊരിന്ത്യർ 1:20. എന്നാണ് നിങ്ങളെ ആദരിച്ചിട്ട് അത്രേ ഞാൻ ഇതുവരെ കൊരിന്ത്യർ വരാഞ്ഞത്, അതിന് ദൈവം സാക്ഷി. നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് പക്ഷെ ദേഷ്യം കൊണ്ടല്ല വരാത്തത്, നിങ്ങളുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ വരാത്തത്. 1 കൊരിന്ത്യർ 4:17 മുതലുള്ള വാക്യങ്ങൾ അതിന്റെ അവസാനത്തെ 21-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഞാൻ പടിയോടുകൂടെയോ സ്നേഹത്തിന്റെ ആത്മാവിലോ നിങ്ങളുടെ അടുക്കൽ വരേണ്ടത്. നമുക്ക് വായിച്ചു പോകാം. 1 കൊരിന്ത്യർ 4:17. ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ തീമത്യോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും. എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ ചീർത്തിരിക്കുന്നു. കർത്താവിന്റെ ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് ചീർത്തിരിക്കുന്നവരുടെ വാക്കെല്ലാം ശക്തി തന്നെ കണ്ടറിയും. ദൈവരാജ്യം വചനത്തിലുള്ള ശക്തിയിൽ എത്രയാകുന്നു. നിങ്ങൾക്ക് ഏത് വേണം? ഞാൻ വടിയോടുകൂടെയോ സ്നേഹത്തിലും സൗമ്യാത്മാവിലുമോ നിങ്ങളുടെ അടുക്കൽ വരേണ്ടത്. അപ്പം വടിയോട് കൂടെയാണോ വരേണ്ടത് എന്ന് വെച്ചാൽ ശകാരം കിട്ടുന്ന അതുകൊണ്ട് ഞാനിപ്പം തീമോഥെയോസിനെ അയക്കുക ലെറ്ററുമായിട്ടല്ലേ. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ സ്നേഹത്തിന്റെ ആത്മാവിലാണ് എപ്പോഴും അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയുക, നിങ്ങൾക്ക് എന്റെ ഹൃദയത്തിൽ ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്രേ ഇടുക്കമുള്ളത് എന്ന് പറയുന്നു. ഇനി 13-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 13. ഇതിനു പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായിരിപ്പീൻ. ഇതിനു പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായിരിപ്പീൻ എന്ന് ഞാൻ മക്കളോടെന്ന പോലെ നിങ്ങളോട് പറയുന്നു. മക്കളോട് പറയുന്നത് പോലെ അല്ലെ, സ്നേഹത്തിലാ മക്കളോട് പറയുന്നല്ലേ. മക്കളെ ശകാരിക്കുന്നതെങ്കിലും അത് സ്നേഹത്തിന്റെ പ്രതിഫലനമാ. മക്കളെ ശകാരിക്കുന്നു അല്ലേ. ദേഷ്യമുള്ളപ്പോൾ ശകാരിക്കുക എങ്കിൽ തന്നെയും പക്ഷെ ആ ദേഷ്യം വരുന്നതും ആ ശകാരവും ഒക്കെ എന്തിനാ? മക്കളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. അവരെ നല്ലതായിട്ട് നടക്കണം എന്ന രീതി ഉള്ളത് കൊണ്ടാണ് നാം അവരെ ശകാരിക്കുന്നത്. അപ്പം പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നതൊക്കെ എനിക്ക് മക്കളോടെന്ന പോലെ നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് മക്കളോട് ഞാൻ പറയുന്നത് പോലെ പറയുകയാണ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം, ആദ്യം അവരെല്ലാവരും ഹൃദയത്തിന് വിശാലതയുള്ളവരായിരുന്നു. പിന്നെ പല ദുരുപദേഷ്ടാക്കന്മാരും അവരുടെ ഇടയിൽ വന്നത് കൊണ്ടാണ് അവരുടെ ഹൃദയം ഇടുങ്ങിപ്പോയത്. അനേകർ പൗലിനെ എതിർക്കുകയൊക്കെ ചെയ്തു. അപ്പം എന്നിട്ടും പൗലോസ് പറയുകയാണ്, പ്രിയ മക്കളോട് എന്ന പോലെ പറയുന്നു. അതുപോലെ നമുക്ക് 1 കൊരിന്ത്യർ 4:14 ഇതുപോലെ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വായിക്കാം. 1 കൊരിന്ത്യർ 4:14. നിങ്ങളെ നാണിപ്പിപ്പാനല്ല, എന്റെ പ്രിയ മക്കളോട് എന്ന പോലെ കുത്തി പറഞ്ഞുകൊണ്ട് എഴുതുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞത് നിങ്ങളെ നാണിക്കാനല്ല, നിങ്ങളുടെ കുറ്റങ്ങൾ മുഴുവൻ നമ്മള് 1 കൊരിന്ത്യർ പറഞ്ഞ പ്രോബ്ലം ബുക്ക് എന്താ പറഞ്ഞത്, ഫുൾ പ്രോബ്ലംസ് ആയിരുന്നല്ലേ. ആ പ്രോബ്ലംസ് ഒക്കെ അവരോട് പറയുമ്പോൾ അവർക്ക് പിന്നെ അവർ ചെയ്ത സമയത്ത് അത്ര നാണം ഉണ്ടായിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പിന്നെ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ നാണം വന്ന് കാണും. അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങളെ നാണിപ്പാനല്ല, മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതുക. നിങ്ങൾ നന്നാകണം, അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന് അനുരൂപരായി തീരണം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്, ഞാൻ നിങ്ങളെ പോലെ ആകിയാൽ നിങ്ങൾ എന്നെ പോലെ ആകുവിൻ എന്ന് പറയുന്നുണ്ട്. വായിക്കാം. ഗലാത്യ ലേഖനം 4:12. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ പോലെ ആകിയാൽ നിങ്ങളും എന്നെ പോലെ ആകുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്ന് പറയും. പൗലോസ് അപ്പോസ്തലന്റെ മനസ്സ് കണ്ടോ? ഞാൻ നിങ്ങളെ പോലെ ആകാനാണ് ശ്രമിക്കുന്നത്, പക്ഷെ നിങ്ങൾ എന്നെ പോലെ ആകുവീൻ, ഹൃദയവിശാലതയുള്ളവരായിരിപ്പീൻ, സ്നേഹത്തിൽ നടപ്പീൻ, ക്രിസ്തുവിന്റെ അനുരൂപരായി ജീവിപ്പീൻ, സത്യം സംസാരിച്ചുകൊണ്ട് നടപ്പീൻ, എല്ലാവരെയും സ്നേഹിപ്പീൻ എന്നൊക്കെയാ പൗലോസ് ഇത് പറയുന്നതിന്റെ അർത്ഥം. നമുക്ക് 14-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 14 ഇന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. 14-ാമത്തെ വാക്യം. 14. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോരു ചേർച്ച.
വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ? നിങ്ങൾ അവിശ്വാസികളോട് ഇണയെല്ലാ പിഴന കൂടരുത്. 13-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ആ തന്നോടുള്ള ബന്ധത്തിലെ ഹൃദയവിശാലത, അല്ലെങ്കിൽ ദൈവമക്കളോടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരോടുള്ള ആ രീതിയിൽ നിങ്ങൾ വിശാലത, ആ ബന്ധത്തിൽ നിങ്ങൾ ഹൃദയവിശാലത ഉള്ളവരായിരിക്കും എന്ന് പറയാം. പക്ഷെ ഇവിടെ പറയുന്നു നിങ്ങൾ പരിമിതപ്പെടുവീൻ എന്ന് പറയുന്നുണ്ട്. എന്തിനോടാ പരിമിതപ്പെടേണ്ടത്? പാപത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ലോകത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ പരിമിതപ്പെടണം എന്ന് പറയുന്ന ഒരു വാക്യം കഴിഞ്ഞിട്ട് ഹൃദയവിശാലത ഉള്ളവരായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത വാക്യത്തെ പറയാം നിങ്ങൾ പരിമിതപ്പെടുക, നിങ്ങൾ ലോകത്തോടുള്ള ബന്ധത്തിൽ പരിമിതപ്പെടുവീൻ എന്നാണ് പറയുന്നത്. അപ്പൊ അനീതിയിൽ നിന്നും അധർമ്മത്തിൽ നിന്നും വേർപെട്ടിരിപ്പീൻ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്നത്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഡു നോട്ട് ബി അൺഈക്വലി യോക്ഡ് ടുഗദർ വിത്ത് അൺബിലീവേഴ്സ്. ആ ഒരു നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുതെന്ന് ഇവിടെ പറയുമ്പം മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഡു നോട്ട് ബി അൺഈക്വലി യോക്ഡ്. ആ ഒരു ഒരേ നുകത്തിൻ കീഴിൽ അവിശ്വാസികളും ആ ഒരേ നുകത്തിൻ കീഴിൽ നിങ്ങൾ ലോകത്തോടു കൂടെ ആയിരിക്കരുത്. നുകം നമ്മള് ആവർത്തന പുസ്തകത്തില് 22-ാം അധ്യായം 10-ാം വാക്യത്തിൽ നിന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് എടുത്ത് എഴുതിയിരിക്കുന്നത്. അവിടെ പറയുന്നത്, ആവർത്തന പുസ്തകം 22-10, അവിടെ പറയുന്നത് കാളയെയും കഴുതയും ഒന്നിച്ചു കൂട്ടി വിടരുത്. ഒരു നുകത്തിൻ കീഴിൽ കാളയെയും കഴുതയും ആയിരിക്കരുത്. അതിന്റെ ആ ഒരു അർത്ഥമാണ് ഇവിടെ പറയുന്നത്. ആ ഒരു നുകത്തിൻ കീഴിൽ അവിശ്വാസികളും വിശ്വാസികളും തമ്മിലായിരിക്കാനായിട്ട് വരരുത്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ കഴുതയും കാളിയെയും ഒരു നുകത്തിന്റെ കീഴിൽ വെച്ച് പൂട്ടരുത് എന്ന് പറയുന്നത്? ആ കാളയെന്ന് പറയുന്നത് ക്ലീൻ ആനിമലാ, കഴുതയെന്ന് പറയുന്നത് ഒരു അൺക്ലീൻ ആനിമൽ. ഒരു വൃത്തിയുള്ള മൃഗവും ഒരു വൃത്തിയില്ലാത്ത മൃഗവും തമ്മിൽ ഒരുമിച്ച് പോകാനായിട്ട് ഒക്കെയില്ല. അവരുടെ ചലനങ്ങൾക്ക് വ്യത്യാസമുണ്ട്, അവരുടെ രീതികൾക്ക് വ്യത്യാസമുണ്ട്, അവരുടെ സമ്പ്രദായങ്ങൾക്ക് വ്യത്യാസമുണ്ട്, അവരുടെ ആഹാര രീതിയിൽ വ്യത്യാസമുണ്ട്, എല്ലാത്തിലും വ്യത്യാസമുണ്ട്. അവരെ ഒരു നുകത്തിൻ കീഴിൽ പൂട്ടുവാനായിട്ട് ഒക്കെയില്ല. ഒന്നിന്റെ സ്പീഡ് ആയിരിക്കത്തില്ല മറ്റതിന്റെ സ്പീഡ്, അല്ലെ? അപ്പം കാള കാണുന്നതിനെയല്ല കഴുത കാണുന്നത്. അപ്പൊ പറയുന്ന അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. അപ്പൊ ആ ഒരു യോക്കിന്റെ കീഴിൽ നിങ്ങളൊരു യോക്കിന്റെ കീഴിലായിരിക്കാം. നിങ്ങൾ ആരുടെ യോക്കിന്റെ കീഴിലാണ് ഇപ്പൊ ആയിരിക്കുന്നത്? നിങ്ങൾ ക്രിസ്തുവിന്റെ യോക്കിന്റെ കീഴിലാണ് ആയിരിക്കുന്നത്, അല്ലെ? അങ്ങനെ ആയിരിക്കുന്ന ഒരാള് ലോകത്തിന്റെ യോക്കിന്റെ കീഴിലാകുവാൻ, നുഖത്തിന്റെ കീഴിലാകുവാനായിട്ട് ഒക്കില്ല. കാളയെയും കഴുതയും ഒരു നുഖത്തിൽ അടിയിലായിരിക്കാൻ ഒക്കില്ല. കാരണം രണ്ട് സ്വഭാവമാണ്, രണ്ട് ചലനമാണ്. അങ്ങനെ അവിടെ എഴുതിയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഇണയില്ലാ പിണ കൂടരുത് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അത് ശരിക്കായിട്ടാണ് പറയുന്നത്. ഡു നോട്ട് ബി അൺഈക്വലി യോക്ഡ് ടുഗദർ വിത്ത് അൺബിലീവേഴ്സ് എന്നാ പറയുന്നത്. അപ്പൊ കൊരിന്ത് സഭയോട് ഇങ്ങനെ പറയുവാനായിട്ടുള്ള കാരണം എന്താ? അവര് ക്രിസ്തുവിന്റെ ആ നുകത്തിൻ കീഴിലായിരുന്നവരാണ്, പൗലോസിനോട് ചേർന്ന് ക്രിസ്തുവിന്റെ നുകത്തിൻ കീഴിലായിരുന്നവരാണ്. പക്ഷെ കുറെ കാലങ്ങൾക്ക് ശേഷം അവരുള്ള ദുരുപദേഷ്ടാക്കന്മാർ, അവരുടെ ഇടയിൽ നുഴഞ്ഞു കയറിയ ദുരുപദേഷ്ടാക്കന്മാർ അവരെ ആ ദൈവത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക്, അല്ലെ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക് ഒക്കെ അവരെ കൊണ്ടുപോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അവരുടെ ഇടയിൽ പിശകുകൾ വരുവാനായിട്ട് ഇടയായി. നമ്മള് 1 കൊരിന്ത്യർ പറയുന്നത് അവരെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ഇടയില് കർത്തൃമേശയിലുള്ള വ്യത്യാസം, നിങ്ങൾക്ക് ഭൂതങ്ങളുടെയും കർത്താവിന്റെയും മേശയിൽ പങ്കെടുക്കാൻ കഴിയില്ല. അവർ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ചില പിശകുകൾ ചെയ്യേണ്ട രീതിയിലല്ല അവരത് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ എന്തുകൊണ്ടാണ്? അത് അവരുടെ ഇടയിൽ ദുരുപദേശം വന്ന് കയറിയത് കൊണ്ടാണ്. കുറെ കാലം പൗലോസ് അപ്പോസ്തലനും അപ്പൊല്ലോസും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവര് പറഞ്ഞതനുസരിച്ചായിരുന്നു ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ അഡിഷൻസ് വന്നു, ലോ അതിന്റെ ഇടയിൽ വന്നു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ആ കർത്താവിന്റെ നുഖത്തിന് കീഴിലായിരിക്കേണ്ട ലോകത്തിന്റെ നുഖത്തിലേക്ക് പോവാനായിട്ട് ഇടയായിത്തീർന്നു. അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ദുർനടപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ, വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വിവാഹബന്ധം 5-ാം അധ്യായത്തിൽ നമ്മൾ എന്നാ പറഞ്ഞേ? അവിടെ എല്ലാം നമ്മൾ വായിച്ചതല്ലേ. അപ്പൊ അതെല്ലാം അവരുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് അവരോട് പറയുന്നത് അവിഹിതമായ ബന്ധം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവരുടെ ഇടയിൽ ദുർനടപ്പുണ്ടായി. അതുകൊണ്ട് പറയാണ് നിങ്ങള് അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള്
ഒരു വിശ്വാസി കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് ഒരു നുകത്തിൻ കീഴിൽ വരുമ്പോഴേ നമ്മളുടെ ചുവടുകളും നീക്കങ്ങളും എല്ലാം ക്രിസ്തുവിന്റെ വഴികളിൽ തന്നെയാ, അല്ലേ? ആ പാതയിൽ തന്നെയാ. കർത്താവ് നമുക്ക് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ നുകത്തിൻ കീഴിലായിരിക്കുന്ന, ആ നുകത്തിൻ കീഴിൽ സ്വാതന്ത്ര്യമുണ്ട്. ആ ന്യായപ്രമാണത്തിന്റെയും മറ്റുള്ള എല്ലാത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് നാം ദൈവത്തിന്റെ നുകത്തിൻ കീഴിലായിരിക്കുക. അവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ നുകത്തിൻ കീഴിലുള്ള സ്വാതന്ത്ര്യം മാത്രമേ നമുക്കുള്ളൂ. പക്ഷെ ആ നുകത്തിൻ കീഴിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് വിശ്വസ്തയുള്ളവരാണെങ്കിൽ കർത്താവിന്റെ ആ ചലനങ്ങൾ പോലെ ആയിരിക്കണം നമ്മുടെ ചലനങ്ങൾ. അല്ലെങ്കിൽ ദൈവവചനം അനുസരിച്ചായിരിക്കണം നാം ജീവിക്കുന്നത്. നാം എപ്പോഴും വിശ്വാസികളോട് കൂടെയല്ല നടക്കുന്നത്, അല്ലേ? നമ്മൾ ആയിരിക്കുന്ന ചുറ്റുപാടുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലേ? ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മളെ. ഇതിന്റെ അർത്ഥം നിങ്ങൾ മറ്റുള്ളവരോട് കൂട്ടുകൂടരുതെന്നല്ല, കൂട്ടുകൂടാം. പക്ഷെ ഒരു കൂട്ടായ്മയരുത്, നിരന്തരമായുള്ള ഒരു സ്നേഹബന്ധത്തിലായി പോരുത്. നമ്മള് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഇസ്രയേലിയാരെയാണ് കാണുന്നത്. മരുഭൂമിയിൽ അവരായിരിക്കുമ്പോഴേ ബിലയാമ് വന്ന് ബാലാക്ക് ബിലയാമിനെ വിളിക്കുന്നുണ്ട് അവരെ കുറിച്ച് പ്രവചിക്കാൻ, അവരെയൊക്കെ ശപിക്കാനൊക്കെ പറയുമ്പോ ബിലയാമ് പറയുന്നുണ്ട്, ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞു, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ ഇടയിൽ എണ്ണപ്പെടുന്നതുമില്ല എന്ന് പറയുന്നുണ്ടല്ലേ. അങ്ങനെ ഇരിക്കുന്ന ജനം കുറച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് ചാപ്റ്റർ കഴിഞ്ഞ് ഇങ്ങോട്ട് പറയുകയാണ്, അവർ തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് പറയുന്നുണ്ടല്ലേ. എന്താ കാര്യമായി തീർന്നത് അവിടെ? അവര് ഈ തനിച്ചു പാർക്കുന്ന ഒരു ജനം, വേറെ ഒരാളുടെയും കൂട്ടത്തിൽ, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്ത ഒരു ജനം, എന്താ പറയുന്നേ, മോവാബിയ സ്ത്രീകളുമായി പരസംഗത്തിൽ ഇടയാകാൻ കാരണം എന്താ? മോവാബിയരുമായി കൂടിക്കലരുകയും ആദ്യം അവരോട് കൂടെ ഇരുന്ന് തിന്നുകയും കഴിക്കുകയൊക്കെ ചെയ്തു. കുറച്ചു കഴിഞ്ഞ് കളിപ്പാൻ എഴുന്നൂറ്റെന്ന് പറഞ്ഞ അവരുടെ ഡാൻസിന്റെ കാര്യങ്ങൾ, കാരണം വിഗ്രഹത്തോടുള്ള ബന്ധത്തിൽ, ദേവാലയത്തോടുള്ള ബന്ധത്തിൽ അന്ന് അങ്ങനെ ഡാൻസും പാട്ടും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. കളിപ്പാൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ എന്തോ കാണുന്നു നമ്മള്? ഒരു മിദ്യാനിയ സ്ത്രീയെ ഒരു ഇസ്രയേലിനെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്തത്, അല്ലെ? അവിടെ ദൈവത്തിന്റെ കോപമൊക്കെ നമുക്കറിയാം. എത്രയോ പേരാണ് അവിടെ മരണപ്പെട്ടത്. എന്തുകൊണ്ടാണ് കാര്യം? അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇണയില്ലാപ്പിണ കൂടരുത് എന്ന്. ഒരു യോക്കിന്റെ കീഴിലായിരിക്കുന്ന, ദൈവത്തിന്റെ യോക്കിന് കീഴിലായിരിക്കും നിങ്ങൾക്ക് ലോകത്തിന്റെ യോക്കിന് കീഴിലാകാനാവില്ല. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയില്ല എന്ന് പറഞ്ഞ് ആ തനിച്ചു പാർത്ത ജനം, എണ്ണപ്പെടാത്ത ജനം ജാതികളോട് എണ്ണപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു, ജാതികളുടെ കൂട്ടത്തിലായി തീരുക. മിദ്യാന്യ സ്ത്രീകളെ ഇസ്രായേൽ പാളയത്തിലേക്ക് അവർ കടത്തിവിടുകയും അതുമൂലം അവരുമായി കൂട്ടുകൂടുകയും അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അതാണ് പറയുന്നത്. കാരണം ആ ഒരു നമ്മൾക്ക് നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് വിശ്വാസികൾ മാത്രമല്ല, വിശ്വാസികൾ ഏറ്റവും ചുരുക്കമേ ഉള്ളൂ, ബാക്കിയല്ല. പക്ഷെ അവരോട് മിണ്ടരുത്, അവരോട് കൂടെ കഴിക്കരുത്, തിന്നരുതെന്നല്ല പറയുന്നത്. സ്ഥിരമായ ഒരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകെട്ടുകളിൽ ഏർപ്പെടുമ്പോൾ അവരുടെ സ്വഭാവം നമ്മുടെ സ്വഭാവത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആയിരിക്കുന്ന ചുറ്റുപാട്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കോവർക്കേഴ്സ് എല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായത്തിലെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീരെന്ന് പറയുന്നുണ്ട്. Do not be conformed to this world, but to be transformed എന്ന് അവിടെ പറയുന്നത്, അല്ലെ? നിങ്ങൾ ആ ലോകത്തിന് അനുരൂപമാകരുത്, നിങ്ങളെ തന്നെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തുവിൻ എന്നാ പറയുന്നത്. അപ്പം എക്സാമ്പിൾ, ഒരു അവിശ്വാസിയായ ഒരു വ്യക്തിയുമായി ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ അത് നിരന്തരമായ ഒരു ബന്ധമാണ്, അല്ലേ? അങ്ങനെ ആയി കഴിയുമ്പോൾ ആ ക്രിസ്തുവിനോട് വിശ്വസ്തതയായിരിക്കുന്ന ഒരു ദൈവ പൈതൽ, അല്ലെ, ഒരു വിശ്വാസിക്ക് ആ അവിശ്വാസിയ ഒരാളോട് കൂടെ ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ ക്രിസ്തുവിനോട് വിശ്വാസിയായിരിക്കാനായിട്ട്, വിശ്വസ്തനായിരിക്കാൻ ഒരിക്കലും ഒക്കെയില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, കള്ളത്തുലാസ് എനിക്ക് വെറുപ്പ്. അപ്പൊ അങ്ങനെ ആ നിരന്തര ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, അപ്പൊ ആ കർത്താവുമായി ബന്ധമില്ലാത്ത ആൾക്കാരുമായി നിരന്തരമായ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരുള്ള സ്വഭാവങ്ങൾ നമ്മളിലേക്ക് വരാം. അതുപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാം നല്ലത്, നമ്മൾ കൂട്ടിന് പോകുന്ന എല്ലാം നല്ല. പക്ഷെ ചില വിനോദ പരിപാടികൾ നാം അവർ ക്ഷണിക്കുന്നതിനനുസരിച്ച് നാം പോവുകയാണെങ്കിൽ
ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കാം ചിലത്, നമുക്കറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചൊക്കെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടൊക്കെയാ പറയുന്നത് ഇടയില്ല പിണകരുത്. കാരണം ലോകം നമ്മളിലേക്ക് വരുവാനായിട്ട് പാടില്ല. നാം ലോകത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ ലോകം നമ്മളിൽ കടക്കാനായിട്ട് ഇടയായി തീരരുത്. അപ്പം ആ ഒരു 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നെന്ന് മലയാളത്തിൽ പറയുമ്പോൾ അവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചേക്കുന്നത് ഈവിൾ കമ്പനി കറപ്റ്റ്സ് ഗുഡ് ഹാബിറ്റ്സ്. നമ്മളുടെ സ്വഭാവം നിശ്ചയിക്കുന്നത് നമ്മൾ ഇടപെടുന്ന ആൾക്കാരുമായിരിക്കും. നമുക്ക് പറയാം നമ്മളുടെ സ്വഭാവം മറ്റുള്ളവരിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ചെറിയ രീതിയിലാണ്. അവരുടെ വഷളായ രീതികളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. നമ്മളുടെ നല്ല സ്വഭാവം അവരിലേക്ക് പകരുന്നതിന് പകരം തിരിച്ച് അവരുടെ വഷളായ സ്വഭാവങ്ങളായിരിക്കാം നമ്മളിലേക്ക് പകരുന്നത്. 2 തരത്തിലും ഉണ്ടാകാം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു ലോകത്തോട് ശത്രുത്വം വേണം. അവിടെ പറയുന്ന ലോകത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന് ശത്രുത്വമാകുന്നു എന്ന് പറയുന്ന, ലോകത്തെ സ്നേഹിക്കാനും ദൈവത്തെ സ്നേഹിക്കാനും നമുക്ക് ഒരുമിച്ച് കഴിയുകയില്ല. നമുക്കൊന്ന് വായിക്കാം യാക്കോബിന്റെ ലേഖനം 4:4. യാക്കോബിന്റെ ലേഖനം 4:4. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവാകുന്നു. ഇവിടെ വ്യഭിചാരിണികൾ ആയുള്ളവരെ എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? ശരിക്കും വ്യഭിചാരിണികൾ ആയുള്ളവരെയാണോ പറയുന്നത്? ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയവരെയാ പറയുന്നത്. നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്ന ഇസ്രയേലിന്റെ ചരിത്രമൊക്കെ പറയുമ്പോൾ ഇസ്രയേൽ ദൈവത്തോട് പരസംഗം ചെയ്തു എന്ന് പറയുന്ന അവരൊന്നും വ്യഭിചാരികളായിട്ടൊന്നും അല്ല. എന്താണ് പരസംഗം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കേണ്ടടുത്ത്, അല്ലെ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കേണ്ടടുത്ത് പലതിലും 1-ാം സ്ഥാനം കൊടുത്തു, അത്രേ ഉള്ളൂ. പക്ഷേ അത് ദൈവത്തോട് വിട്ടുമാറി പരസംഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കേണ്ട സ്ഥലത്ത് ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുതെന്ന് പറയുന്നത്, ഞാനാണ് നിന്റെ പിതാവ്, അല്ലെ? അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് ദൈവത്തിനല്ലാതെ വേറെ എന്തിനൊക്കെയോ അവര് 1-ാം സ്ഥാനം കൊടുക്കുന്നതിനാണ് അവരെ പരസംഗം എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞു നോക്കി, ആ വാക്ക് തന്നെ എന്തിതാ? വ്യഭിചാരികളായുള്ളവരെ. നമ്മൾ ദൈവത്തിന്റെ മക്കളാ, കർത്താവിന്റെ യോക്കിന് കീഴിലായിരുന്നവരാ. നമ്മൾ ലോകത്തോട് ചേർന്നപ്പോ കർത്താവ് നമ്മളെ വിളിക്കുന്ന ഒരു പേരാണിത്. നമ്മൾ ആരും ആ പേര് വിളിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിക്കാത്തവരാ, അല്ലെ? യാക്കോബ് പറയുക, വ്യഭിചാരികളായുള്ളവരെ, സഹോദരന്മാരോടാ പറയുന്നേ. എവിടെ? യാക്കോബ് ലേഖനം എഴുതുന്ന ആർക്കാ? ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും എഴുതുന്ന ലേഖനമാ, അല്ലേ? അതാരാ? യഹൂദന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളായി വിശ്വാസികളായി തീർന്നവരോടാ ഈ പറയുന്നേ. ലോകത്തുള്ളവരല്ല ഇത് വായിക്കുന്നത്. ഇപ്പം നമ്മളൊക്കെ വായിക്കുന്നുണ്ടല്ലേ? പക്ഷെ അന്ന് ഇത് വായിച്ചവരാരാണ്? യഹൂദന്മാര് തന്നെയാണ്. യഹൂദന്മാരിൽ നിന്നും വിശ്വാസികളായവരാണ്. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും എഴുതുകയല്ലേ യാക്കോബിന്റെ ലേഖനം എഴുതുന്നത്? അവരോടാ പറയുന്നത് വ്യഭിചാരിണികളായല്ലേ. കാരണം ലോകം അവരിൽ കടന്നത് കൊണ്ടാണ് പറയുന്നത്. നിങ്ങള് ലോകസ്നേഹം ദൈവത്തോട് ശത്രുതമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതന്മാർ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 1 യോഹന്നാൻ 2:15, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹമില്ല. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം ഇല്ല എന്ന് പറയുന്നു. അപ്പം ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവസ്നേഹമില്ല. അപ്പൊ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത് എന്ന് പറയാം. നാം ലോകത്തിലേക്ക് നമ്മള് ആയിത്തീരരുത്. ക്രിസ്തുവിന്റെ നുകത്തിന് കീഴിലായിരിക്കുന്നവർ വേറെ ഒന്നിന്റെയും നുകത്തിന് കീഴിൽ ആയിരിക്കാനായിട്ട് ഇടയായി തീരരുത്. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പോകാം. അല്ലെ, നമുക്ക് 1 കൊരിന്ത്യർ അടുത്ത വാക്യമല്ല, അതിന്റെ ബാക്കിയല്ലേ. അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. അതിന്റെ 2-ാമത്തെ ആ വാക്യം തന്നെയാണ്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച. അപ്പൊ നീതിക്കും അനീതിക്കും തമ്മിൽ ഒരു ചേർച്ചയുമില്ല, രണ്ടും ഒരുമിച്ച് പോകുന്നത് അല്ല, അല്ലേ? അപ്പം
ഇത് ആരോടാ പറയുന്നത്? കൊരിന്ത്യരോടാ പറയുന്നത്. കൊരിന്ത്യരോട് പറയാനായിട്ടുള്ള കാരണം എന്താ? നമ്മൾ 5-ാം അധ്യായം എല്ലാം നമുക്ക് കാണുന്നുണ്ടല്ലേ. നമുക്ക് കുറച്ച് വാക്യങ്ങൾ വായിച്ചു പോകാം. 1 കൊരിന്ത്യർ 5:9. അത് സഭയിലുള്ള അവരെന്താ വിശ്വാസി എന്ന് പേരുണ്ടെങ്കിലും ക്രിസ്തുവിന്റെ സ്വഭാവം അവരിൽ ഇല്ല, അല്ലേ? അങ്ങനെയുള്ളവര് സഭയിലുണ്ട്. അവരോടാ പറയുന്നത്. 1 കൊരിന്ത്യർ 5:9. ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടുപോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന് പേർപെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാനക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗം അരുത്, അങ്ങനെയുള്ളവനോട് കൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക്. പൗലോസ് അപ്പോസ്തലൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ക്രിസ്തുവിന്റെ അനുയായികൾ മാത്രമേ ആ സഭയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനുശേഷം കടന്നു വന്നവരാരാ? നുഴഞ്ഞു കയറിയവരാ ഇവരൊക്കെ അല്ലേ? അവരോടാ പറയുന്നത്. അപ്പം നിങ്ങള് ലോകത്തുള്ള ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ ഇടയിലാ ജീവിക്കുന്നത്. പക്ഷെ സഭയിൽ അവരുണ്ടാകുവാനായിട്ട് ഇടയായി തീരരുത്. അപ്പൊ അങ്ങനെ സഭയിൽ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരുവൻ സഭയിൽ ഉണ്ടെങ്കിൽ അവനോട് ഇണയില്ലാ പിണ കൂട്ടരുത്. ഓക്കെ. അപ്പൊ അവിടെ അതാണ് പറഞ്ഞത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ 1 കൊരിന്ത്യർ 6:ന്റെ 6 കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:6 അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. എന്താ അവിടെ പറയാൻ കാരണം? നീതിയോട് പെരുമാറേണ്ടവർ അനീതി കാണിക്കുന്നു, അല്ലേ? അവിടെ അതല്ലേ, നീതിയോട് പെരുമാറുന്ന അവര് സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, ആ സഹോദരനോട് നീതി ഇല്ലാതിരിക്കുന്നു എന്നർത്ഥമാണ്. അപ്പൊ ക്രിസ്തുവിനോട് നീതിയിലായിരിക്കുന്നവർ, അല്ലെ ക്രിസ്തുവിന്റെ നീതി നമുക്ക് തന്നതാ അല്ലെ കർത്താവ്. നമ്മൾ ദൈവത്തോട് നീതി ഇല്ലാതിരുന്നവരാണ്. ആ നീതി തന്നപ്പോൾ നാമും നീതി കാണിക്കണം. അവരെ നീതിയില്ലാതെ പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നു. ഇനി അടുത്തത്, വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ? ആദ്യം അവിശ്വാസികളോട് ഇടയില്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച? നീതി അനീതിയും തമ്മിൽ ഒരിക്കലും ചേർന്ന് പോകുന്നതല്ല. അതുപോലെ വെളിച്ചവും ഇരുളും തമ്മിൽ ചേർന്ന് പോവുകയേ ഇല്ല. ഇരുള് ഉള്ളിടത്ത് വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഇരുള് നീങ്ങിപ്പോവും, അല്ലെ? എഫെസ്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് നിങ്ങൾ കൂട്ടാളികൾ ആകരുത്. വായിച്ചു വിടാം. എഫെസ്യർ 5:7 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. ഇനി നമ്മൾ ഇരുളിലേക്ക് പോകേണ്ട കാര്യമില്ല. എന്താ നമ്മൾ ചെയ്യേണ്ടത്? കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടപ്പീൻ. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അതുപോലെ യോഹന്നാൻ തന്റെ ലേഖനത്തിലും ഇങ്ങനെ എഴുതുന്നുണ്ട്, ദൈവം വെളിച്ചമാകുന്നു, അല്ലേ? അവിടെ അല്ലേ പറയുന്നത് നമ്മളും വെളിച്ചത്തിലായിരിക്കുകയാണ് ചെയ്യുന്നത്. 1 യോഹന്നാൻ 1:5 മുതലുള്ള വാക്യങ്ങൾ. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുൾ ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നുമില്ല. നാം എന്താ ചെയ്യേണ്ടത്? അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അപ്പൊ നാം ഒരിക്കൽ ഇരുളായിരുന്നു, ദൈവം നമ്മെ വെളിച്ചത്തിലാക്കിയും നമ്മെ വെളിച്ചമാക്കി തീർക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ഇരുട്ടിലേക്ക് പോകാതെ, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ കൂട്ടാളികളാകാതെ വെളിച്ചത്തിലുള്ളവരായും വെളിച്ചമായും ഇരിക്കുക. അനേകർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കുക. ഇരുളിലുള്ളവരെ വെളിച്ചത്തിലേക്ക് നയിക്കുക. അതാണ് ഇരുളിനും വെളിച്ചത്തിനും തമ്മിൽ ഒരു കൂട്ടായ്മയും ഇല്ല. അപ്പൊ നമ്മെ ഇരുളിലായിരുന്നു, കർത്താവിന്റെ സ്നേഹത്തെ നമ്മെ വെളിച്ചത്തിലേക്ക് ആക്കി തീർത്തു. നമ്മൾ ഇനി ഇരുളിനോട് കൂട്ടായ്മയ്ക്ക് പോകാതെ വെളിച്ചത്തിൽ ആയിരിക്കുക. ഇനി അടുത്തത് 15-ാമത്തെ വാക്യം. ഇതുവരെ നമ്മൾ 14-ാമത്തെ വാക്യമായിരുന്നു പഠിച്ചത്. 15-ാമത്തെ വാക്യം. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ക്രിസ്തുവും ബലിയാലും. ബലിയാൽ എന്ന് പറയുന്ന ഒരു എബ്രായ പദമാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം വിക്കഡ്നെസ്, അല്ലെങ്കിൽ വർത്ത്ലെസ്നെസ്, അല്ലെങ്കിൽ യൂസ്ലെസ്നെസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഉപയോഗമില്ലാത്തത്, ദുഷ്പ്രവർത്തിക്കാര്, ഉപയോഗശൂന്യർ അല്ലെങ്കിൽ ദുഷ്പ്രവർത്തിക്കാർ എന്ന അർത്ഥം. ബലിയാൽ എന്ന് പറയുന്ന ഒരു എബ്രായ പദമാണ്. അതിന് ഉപയോഗശൂന്യ, യൂസ്ലെസ്നെസ് എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ അത് പറഞ്ഞിരിക്കുന്നത് സാത്താൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൽ നമുക്ക് ഇവിടെ മാത്രമേ ഈ വാക്ക് കാണാനായിട്ട്
പോകാനായിട്ട് കഴിയത്തുള്ളൂ. ഇവിടെ സാത്താൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ പഴയ നിയമത്തിൽ നമുക്ക് നീചന്മാർ, ദുഷ്പ്രവർത്തിക്കാർ എന്നൊക്കെ കാണുവാനായിട്ട് കഴിയും. അത് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അവിടെ ഒന്നും സാത്താൻ എന്ന രീതിയിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലാകെ നാം കാണുന്നത് ഇവിടെ മാത്രമാണ് അവിടെ സാത്താൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് 1-2 വാക്യങ്ങൾ വായിച്ചു പോകാം. ആവർത്തന പുസ്തകം 3:13 അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ സാത്താൻ എന്ന അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ വായിക്കാം. നിങ്ങൾ ആവർത്തനം 13:13 നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കണമെന്ന് പറയുന്ന നീചന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു തങ്ങളുടെ പട്ടണത്തിലെ നിവാസികൾ. അവിടെ നീചന്മാർ എന്ന് പറയുന്ന സാത്താനെ കുറിച്ചല്ല പറയുന്നത്. അവിടെ അന്യദൈവങ്ങളെ സേവിക്കണമെന്ന് പറയുന്ന നീചന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുള്ളവർ പറയുന്നു എന്നാണ് അർത്ഥം. അപ്പം ആ ഒരു ഉപയോഗശൂന്യ ദുഷ്പ്രവർത്തിക്കാര് എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ അവിടെ. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 10:21 1 കൊരിന്ത്യർ 10:23 പറയുന്നത് നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും നിങ്ങൾക്ക് ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രം ഭൂതത്തിന്റെ പാനപാത്രം കുടിപ്പാൻ കഴിയില്ല. നിങ്ങൾക്ക് ആ വിശ്വാസികളോട് ഇണയില്ല, പിണ കൂടരുത്, നിങ്ങൾ അവിശ്വാസമായി ബന്ധപ്പെടുവാനായിട്ട് ഒക്കെയില്ല. അപ്പം ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ ഒരു ബന്ധവുമില്ല അല്ലേ? ആ ഒരു സാത്താനും ക്രിസ്തുവിനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതിരിക്കുന്നത് പോലെ വിശ്വാസിക്ക് അവിശ്വാസിയുമായി ഒരു ബന്ധവും ഇല്ല. ഇനി നമുക്ക് അടുത്തത് വിശ്വാസിക്ക് ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തിന് ചേർച്ച? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് പൊരുത്തം? ക്രിസ്തുവിനും സാത്താനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതുപോലെ വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് പൊരുത്തം? വിശ്വാസിക്ക് അവിശ്വാസി ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ 2 കൂട്ടർ മാത്രമേ ഉള്ളൂ അല്ലേ? ഒന്ന് ക്രിസ്തുവിനെ അറിയുന്നവർ വിശ്വാസികൾ, ക്രിസ്തുവിനെ അറിയാത്ത അവിശ്വാസികൾ. അപ്പം വിശ്വാസിക്ക് അവിശ്വാസിയുമായി ഒരു പൊരുത്തത്തിന് പോകാനായിട്ട് കഴിയില്ല. പൊരുത്തം എന്ന് പറയുമ്പോൾ അവരോട് ഇണ എന്ന് പറയുന്ന അവരോട് അനുരൂപപ്പെട്ടു പോകുക, അല്ലെങ്കിൽ ലോകത്തോട് അനുരൂപപ്പെട്ടു പോകുന്ന ആ ഒരു സ്വഭാവം, അവരുടെ സ്വഭാവം നമ്മൾ വരുവാൻ അങ്ങനെ ഇടയായി തീരരുത് എന്ന് പറയാം. നമ്മൾ പറഞ്ഞ കാളയെയും കഴുതയെയും ഒരുമിച്ച് കൂട്ടാനായിട്ട് ഒക്കെയില്ല. അതുപോലെ വിശ്വാസി അവിശ്വാസിയും തമ്മിൽ പൊരുത്തപ്പെട്ടു പോവുകയില്ല. ലോകത്തോടും അതിന്റെ സമ്പ്രദായത്തോടും നമ്മൾ പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ഒക്കുകയില്ല. അതാണ് അതിന്റെ അർത്ഥം. ഇനി 16-ാമത്തെ വാക്യം. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? വായിക്കാം. 16 ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുമെന്ന് ദൈവം അരുളി ചെയ്യുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ദൈവം അരുളി ചെയ്യുന്നുവല്ലോ. ഓക്കെ. അവിടെ മോശയുടെ ന്യായപ്രമാണം എന്ത്? ഇവിടെ ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? ദൈവാലയത്തിനും വിഗ്രഹങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? മോശയുടെ ന്യായപ്രമാണം പറയുന്നു, അല്ലെങ്കിൽ 10 കൽപ്പനയിൽ ആദ്യത്തെ കൽപ്പനയാണ് ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, അല്ലെ നിങ്ങൾക്ക് ഉണ്ടാകരുത്. നിങ്ങൾക്ക് ഒരു വിഗ്രഹത്തെയും നിങ്ങൾ ആരാധിക്കരുത്, ഒരു വിഗ്രഹത്തെയും സേവിക്കരുത്, ദൈവത്തെ മാത്രം സേവിക്കുക എന്ന് പറയാം. അപ്പൊ ആ ഒരു അവരുടെ ഇടയിൽ ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കാനൊക്കെ ദൈവം പറഞ്ഞു. എന്തിനു വേണ്ടിയാ ദൈവം അവരുടെ ഇടയിൽ ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കാൻ പറഞ്ഞു? ദൈവം അവരുടെ ഇടയിൽ വസിക്കാൻ വേണ്ടിയിട്ടാ അല്ലെ? ആ ദേവാലയം ഉണ്ടാക്കിയ സമാഗമന കൂടാരം ഉണ്ടാക്കിയ പിന്നെ ശലോമോന്റെ ദേവാലയം ഒക്കെ പണിതു. അതും ദൈവം വസിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ മക്കൾ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി, ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ വേണ്ടിയാ അവിടെ അല്ലെ? അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദേവാലയത്തിൽ വരുന്നവർക്ക് ബന്ധമുള്ളത് അല്ലെ, ദൈവാലയത്തിൽ വരുന്നവർക്ക് ബന്ധമുള്ളത് ദൈവത്തോടും ദൈവാലയത്തിൽ വരുന്നവരോടും അല്ല, ദൈവമക്കളോടും അല്ലെ? അപ്പം ദൈവാലയത്തിൽ ഒരു വിഗ്രഹത്തിന്റെ ആവശ്യമില്ല. ദൈവം വസിക്കുന്നിടത്ത് വിഗ്രഹമില്ല. അങ്ങനെയാണെങ്കിൽ ദൈവാലയത്തിനും വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? ഒന്നുമില്ല. കാരണം വിഗ്രഹങ്ങളെ അല്ല ആരാധിക്കാനായിട്ട് ദേവാലയത്തിൽ പോകുന്നത്, ദൈവത്തെ ആരാധിക്കാനാണ് പോകുന്നത്. അപ്പം വിഗ്രഹങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിരിക്കെ വിശ്വാസികൾ അവിശ്വാസികളോട് എങ്ങനെ യോജിക്കുവാൻ കഴിയും? ദൈവാലയത്ത് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ.
അല്ലെ? അവിടെ 1 കൊരിന്ത്യർ 8-ന്റെ 1 കൊരിന്ത്യർ 8-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് അവിടെ ദുരുപദേഷ്ടാക്കന്മാർ വന്നത് മൂലം അവർ വിഗ്രഹാരാധനയും അതിനുള്ള സമ്പ്രദായങ്ങൾ അവർ പോകുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് എന്താ അവർക്ക് സംഭവിച്ചത്? അവർക്ക് ആത്മീക വർധന അവർക്ക് പ്രാപിപ്പാനായിട്ട് കഴിഞ്ഞില്ല. അവര് സകല കൃപാവരങ്ങളിലും ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നു. എല്ലാ കൃപാവരങ്ങളും യൂസ് ചെയ്യുന്ന ഒരു സഭയായിരുന്നു കൊരിന്ത് സഭ. എങ്കിലും പിന്നത്തേതിൽ അവർക്ക് എന്താ പറയുന്ന ആത്മീയമായ തകർച്ച അനുഭവപ്പെട്ടു. ദൈവത്തിങ്കൽ നിന്നും മാറി വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന രീതിയിൽ, വിഗ്രഹങ്ങളുടെ സമ്പ്രദായങ്ങൾ ഇടപെടുന്ന രീതിയിൽ ലോകത്തോട് ചേർന്ന് ഇഴുകി പോകുവാനായിട്ട് ഇടയായി തീർന്നു. അത് അങ്ങനെ വന്നപ്പോഴാണ് അവരോട് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ എന്ന് പറയുന്നുണ്ട്. ജീവനുള്ള ദൈവത്തിന്റെ ആലയം. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ 1 കൊരിന്ത്യർ പഠിച്ചതാണ്, നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെന്ന് പറയുന്നുണ്ട് അല്ലെ? ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർ 6:19. ഇവിടെ പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ ആലയമല്ലോ എന്ന് പറയുന്നു. 1 കൊരിന്ത്യർ 6:19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. അവിടെ പറയുന്ന ഒരു വിശ്വാസിയുള്ള ബന്ധത്തിലാണ്. ഒരു വിശ്വാസി എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടത്തെ അത് സഭയെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമല്ലോ, ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ എന്ന് പറയുമ്പോൾ വിശ്വാസികൾ ദൈവത്തെ ആരാധിപ്പാൻ കൂടി വരുന്ന ആ കൂട്ടത്തിനെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ ആലയമല്ലോ എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ കൂടി വരുന്നിടത്ത്, അല്ലെ ദൈവത്തെ ആരാധിക്കാൻ ദൈവാലയത്തിൽ കൂടി വരുന്നിടത്ത് വേറെ ഒരു വിഗ്രഹങ്ങളുടെ ആവശ്യമില്ല. നിങ്ങൾ ദൈവത്തെ ആരാധിക്കാനാണ് വരുന്നത്. അപ്പം ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് ഒരു യോഗ്യതയുമില്ല. അതുകൊണ്ട് ഈ അവിശ്വാസികളോട് പിണ കൂടരുത്. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. അപ്പം ആ ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കാൻ കൂടി വരുന്നിടത്ത് വിഗ്രഹങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. ലേവ്യ പുസ്തകത്തിൽ നമുക്കറിയാം, ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ്, ഒന്ന് വായിച്ചേക്കാം. ലേവ്യ പുസ്തകം 26:11-12 അവർക്ക് മോശനായ പ്രമാണം കൊടുക്കുന്ന സമയത്ത് അവരോട് പറയുന്നുണ്ട്. ലേവ്യ പുസ്തകം 26:11-12. ഞാൻ എന്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും, എന്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. അതുപോലെ തന്നെ എസ്കേലിന്റെ പുസ്തകത്തിൽ അതുപോലെ തന്നെ പറയുന്നുണ്ട്. 37-ാം അധ്യായം 26-27. 37-26-27. ഞാൻ അവരോടൊരു സമാധാന നിയമം ചെയ്യും, അത് അവർക്ക് ഒരു ശാശ്വത നിയമമായിരിക്കും. ഞാൻ അവരെ ഉറപ്പിച്ചു പെരുക്കി അവരുടെ നടുവിൽ എന്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്ക് സ്ഥാപിക്കും. എന്റെ നിവാസം അവരോട് കൂടെ ഉണ്ടാകും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. അപ്പം ദൈവം നമ്മുടെ ഇടയിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ കൂടി വരുന്ന സമയത്ത് ദൈവം വസിക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെ? ദൈവത്തിന്റെ ആലയത്തിൽ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെ വിഗ്രഹങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. അപ്പൊ ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് യാതൊരു യോഗ്യതയുമില്ല. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. അടുത്ത വാക്യം 17. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്നും സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അവിടെ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടിയത് കൊണ്ടാണ് അവരോട് പറയുന്നത്. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ്. അത് യെശയ്യാവിലെയും യിരെമ്യാവിലെയും കോട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യെശയ്യാവ് 52-ാം അധ്യായത്തിന്റെ 21-ാം വാക്യവും യിരെമ്യാവ് 31-ാം അധ്യായത്തിന്റെ 9-ാം വാക്യവും വായിച്ചു വിടാം. യെശയ്യാവ് 52-ന്റെ 21-ാം വാക്യം. വിട്ടുപോരുവേൻ, വിട്ടുപോരുവേൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവേൻ, അശുദ്ധമായതൊന്നും തൊടരുത്, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവേൻ, യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. അടുത്തത് യിരെമ്യാവ് 3:19. 3:9.
യിരെമ്യാ 3:9. അവർ കരഞ്ഞും കൊണ്ട് വരും, യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും. അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾക്കരികെ നടത്തും. ഞാൻ ഇസ്രയേലിന് പിതാവും എഫ്രയീം എന്റെ ആദ്യജാതനുമല്ലോ. പിതാവായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കൊരിന്ത്യരോട് പറയുന്ന, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, നിങ്ങൾ കൂടി വരുന്നിടത്ത് ദൈവം കൂടി വരുന്ന, നിങ്ങൾക്ക് വിഗ്രഹങ്ങളും ദൈവാലയത്തിനും വിഗ്രഹങ്ങൾക്കും തമ്മിൽ യോജിപ്പ ഇല്ലാത്തതുപോലെ നിങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് വിട്ടുപോരുവീൻ. നിങ്ങൾ അവരിലേക്ക് പോകാനല്ല ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നമ്മളോട് ദൈവം പറയുന്നുണ്ട്, നമ്മൾ ആരാ? ദൈവത്തിന്റെ മക്കളാണ്, അല്ലേ? നാം ദൈവത്തിന്റെ മക്കളാണ്, ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണ്. ആകാശവും ഭൂമിയും നിർമ്മിച്ച ദൈവത്തിന്റെ സർവശക്തനായ, ഇന്നും താൻ സൃഷ്ടിച്ചതിനെ ഒക്കെയും തന്റെ വചനത്താൽ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ മക്കളാണ് നാം. അങ്ങനെയാകുമ്പോൾ നാമും അവരുടെ ഇടയിൽ നിന്ന്, കൊരിന്ത്യരോട് പറഞ്ഞതുപോലെ, നിങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് വിട്ടുപോരുവീൻ. റോമർ 8:9 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, നാം ദൈവത്തിന്റെ മക്കളാണ്, നാം ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാണ്, ക്രിസ്തുവിന്റെ നുകത്തിന് കീഴിലായിരിക്കേണ്ടവരാണ്. വായിച്ചിട്ട് വിടാം. റോമർ 8:9 മുതലുള്ള വാക്യങ്ങൾ മൊത്തം വായിക്കുന്നില്ല. 9, 14, 15, 16, 17 വാക്യങ്ങൾ മാത്രം ഞാൻ വായിച്ചു വിടാം. നിങ്ങളോ 8:9, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരിക, ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. 14 വാക്യം. 15, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവ് കൂടെ സാക്ഷ്യം പറയുന്നു. 17, നാം മക്കളെങ്കിലും അവകാശികളുമാവുന്നു, ദൈവത്തിന്റെ കൂട്ടവകാശികളും ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. അപ്പൊ നാം ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ അവകാശികളാണ്, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. നമുക്ക് ലോകവുമായി യാതൊരു അവകാശവും ഇല്ല. അപ്പൊ ലോകത്തോട് കൂട്ടരുത്, ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് പോകരുത്. അവരുടെ നടുവിൽ നിന്ന്, അവിടെ പറയുന്നു, അവരുടെ നടുവിൽ നിന്ന് വിട്ടുപോരുവീൻ എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പുതിയ നിയമത്തില് വെളിപ്പാട് പുസ്തകത്തിലല്ലാതെ ഇവിടെ മാത്രമേ ഈ പാദം ഉപയോഗിച്ചിട്ടുള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൽ സർവശക്തനായ കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ വേറെ ഒരിടത്തും ഇവിടെ അല്ലാതെ പറഞ്ഞിട്ടില്ല. കാരണം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച സർവശക്തനായ ദൈവത്തിന്റെ മക്കളാണ് നമ്മള്. അങ്ങനെ മക്കളാകിയാൽ നാം അവിശ്വാസികളുടെ ഇടയിൽ നിന്ന് വിട്ടുപോരുവീൻ. ദൈവം എങ്ങനെയാ നമ്മളെ സ്നേഹിച്ചതല്ലേ? പാപം അറിയാത്തവനെ, പാപമില്ലാത്തവനെ, പാപം നമ്മൾ നീതിയാകേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി അവനെ പാവമാക്കിയെന്നാണ് നമ്മൾ 2 കൊരിന്ത്യർ 5:21 പറഞ്ഞു. പാപം അറിയാത്തവന്, അവനിൽ നാം ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്നാ പറയുന്നത്. അപ്പം പാപമല്ലാത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ, നമ്മളുടെ പാപം, ദൈവത്തോട് നീതി ഇല്ലായിരുന്ന നമ്മൾക്ക് നീതി തരേണ്ടതിന് വേണ്ടി നമ്മളുടെ പാവമെല്ലാം ക്രൂശിൽ വഹിച്ച് നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇപ്പോഴും നമുക്ക് വേണ്ടി ദൈവത്തിന്റെ വലതുഭാഗത്ത് ക്രിസ്തു പക്ഷപാതം ചെയ്യുന്നു. നമുക്ക് വേണ്ടി തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ക്രൂശിൽ ഏൽപ്പിക്കാൻ ദൈവത്തിന് കരുണ തോന്നി. അപ്പൊ നമ്മൾ ആരാ? നമ്മൾ വെറുതെ വന്നവരല്ല. നാം ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മെ രക്ഷിക്കുന്നതിന് ദൈവം തന്റെ മകനെ യാഗമാക്കി തീർക്കേണ്ടി വന്നു. അങ്ങനെ നാം ദൈവത്തിന്റെ, ആകാശവും ഭൂമിയും നിർമ്മിച്ച സർവശക്തനായ ദൈവത്തിന്റെ മക്കളാണ്. ആകയാൽ അവരുടെ നടുവിൽ നിന്ന് വിട്ടുപോകുകയും, ഒരിക്കൽ നമ്മൾ ലോകത്തിന്റെ മക്കളായിരുന്നു, അവരിൽ നിന്നൊക്കെ നമ്മെ വിടുവിച്ച് ദൈവത്തിന്റെ മക്കളാക്കിയത് കൊണ്ട് ഇനി അവരോട് കൂടെ പോകരുതേ, അവരിൽ നിന്ന് വിട്ടുപോകുവേൻ. ക്രിസ്തുവിനോടുകൂടെ ഈ ക്രിസ്തുവിന്റെ പാളയത്തിന് പുറത്തു വരിക. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ച ക്രിസ്തുവിനോടുകൂടെ പാളയത്തിന് പുറത്തായിരിക്കുക. ദൈവത്തിന്റെ വചനം അനുസരിച്ചത് കൊണ്ടാണ് നാം ദൈവത്തിന്റെ മക്കളായി തീർന്നത്. അപ്പൊ ദൈവത്തിന്റെ കൂട്ടായ്മ നിലനിൽക്കണമെങ്കിലും നാം ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിലനിൽപ്പാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പം
ക്രിസ്തുവിനെ നാം കർത്താവായും രക്ഷിതാവായും സ്വീകരിച്ച ദൈവത്തിന്റെ വചനം അനുസരിച്ചാകുമ്പോൾ ആ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നടക്കേണ്ടവരാണ് നാം. അങ്ങനെ നടക്കേണ്ടവർ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിൽക്കാനൊക്കെയുള്ളൂ. അപ്പം നാം ദൈവപ്രസാദമുള്ള ഒരു ജീവിതം നയിക്കണമെന്നാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. അങ്ങനെയുള്ള ബന്ധങ്ങളെ കഴിവതും ഒഴിവാക്കിയാണ് ചെയ്യേണ്ടത്. അപ്പം നാം അങ്ങനെയുള്ള കൂട്ടായ്മകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്നും വേർവിട്ട് കൊണ്ടുപോകുന്നതായ പല കൂട്ടുകെട്ടുകളും അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പം ദൈവത്തിനും ബലിയാലിനും അല്ലെങ്കിൽ ക്രിസ്തുവിനും ബലിയാലിനും സാത്താനും തമ്മിൽ ബന്ധമില്ലാത്തതുപോലെ പൊരുത്തമില്ലാത്തതുപോലെ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. അപ്പൊ രണ്ട് തോണിയിൽ ഒരേ സമയം കാല് വെക്കാനായിട്ട് ഒക്കുകയില്ല. രണ്ട് തൂണിൽ കാൽ വെച്ചാൽ എന്താവും നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ട് തൂണിൽ കാൽ വെക്കാനായിട്ട് ഒക്കെയില്ല. അതുപോലെ തന്നെ നമ്മുടെ അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലന്റെ ഒരു ശൈലിയായിരുന്നു. താൻ എവിടെ പോയാലും ആദ്യം യഹൂദന്മാരുടെ പള്ളികളിൽ പോവുകയും പിന്നെ അവര് പൗലോസ് അപ്പോസ്തലനെ എന്താ പറയുന്നത് വചനം അനുസരിക്കാതെ വരുമ്പോൾ ജാതികളിലേക്ക് പോവുകയും ചെയ്തൊരു പതിവുണ്ടായിരുന്നു. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ അവിടെ ആസിയയിൽ സുവിശേഷം അറിയിച്ചപ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ പള്ളിയിൽ ആദ്യം ദൈവരാജ്യത്തെ കുറിച്ചൊക്കെ സംസാരിച്ചെങ്കിലും പിന്നെ അവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ ശിഷ്യന്മാരെ വേർതിരിച്ച് തുറന്നോസിന്റെ പാഠശാലയിൽ പോയി 2 വർഷം അവിടെ വചനം പറഞ്ഞു കൊടുത്തു എന്നാ പറയുന്നത്. നമുക്കൊന്ന് വായിച്ചിട്ട് പോകാം, പെട്ടെന്ന് വായിക്കാം, സമയം തീരാറായല്ലോ. ഓക്കെ, 10 മിനിറ്റോടെ. സോറി, അപ്പോസ്തല പ്രവൃത്തി 19-8 ശ്രദ്ധിച്ചു കേൾക്കണം. പിന്നെ 19-8 പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെ കുറിച്ച് സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു സിനഗോഗുകളില്. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. അവിടെ വായിക്കണേ, അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു തുറന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി സമ്പാദിച്ചു പോന്നു. അവിടെ എന്നാ ആ ഒരു ശിഷ്യന്മാരെ വേർതിരിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെ ദൈവം വിളിച്ചേക്കുന്ന എന്തിനാ? കേവലം വിശ്വാസികളായിരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചേക്കുന്നത്. എന്തിനു വേണ്ടിയാ വിളിച്ചേക്കുന്നത്? ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരിക്കാനായിട്ടാണ്. പല വാക്കുകളും നമ്മൾ വായിച്ചു പോകും അല്ലെ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന അവരെ വിട്ടു ശിഷ്യന്മാരെ വേർതിരിച്ചെന്ന് പറഞ്ഞാൽ, ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിക്കുന്നവരെയായി ശിഷ്യന്മാരെന്ന് പറയുന്നത്. അപ്പം ദൈവവചനം അനുസരിച്ച് ദൈവത്തിന്റെ ശിഷ്യന്മാരായിട്ട് കേൾക്കുന്നവർ മാത്രമല്ല പ്രവർത്തിക്കുന്നവരായി ഇരിപ്പി ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ശിഷ്യന്മാരായിരിക്കാം. പൗലോസ് അപ്പോസ്തലനെ പോലെ ശിഷ്യ, അങ്ങനെ ആ ഒരു വലിയൊരു പദവിയല്ല പറയുന്നത്. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശിഷ്യന്മാരാ, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാ. അവിടെ ആ ഒരു ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു എന്ന് പറഞ്ഞാൽ ആ വചനം അനുസരിക്കുന്നവരെ വേർതിരിച്ചു. 2 സംവത്സരത്തോളം കർത്താവിന്റെ വചനം അവിടെ പ്രാഗൽഭ്യത്തോട് പ്രസംഗിച്ചെന്നാ പറയുന്നത്. പള്ളിയിൽ എതിര് വന്നു, ആ നാമത്തെ ദുഷിച്ചു. അപ്പൊ അവിടുന്ന് മാറി ശിഷ്യന്മാരെ വേർതിരിച്ചു വചനം പഠിപ്പിച്ചു. അപ്പം വചനം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ വിളിച്ചു കൂട്ടി ദൈവവചനം പഠിപ്പിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, ആ വചനം അനുസരിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഓക്കെ, എനിവേ അങ്ങോട്ട് പോട്ടെ. നമുക്ക് അങ്ങോട്ട് പോകാം. റെവലേഷൻ 18-4 അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 18-4 പറയുന്നുണ്ട്, അവരുള്ള ബന്ധങ്ങളിൽ ഓഹരിക്കാരാകരുത് എന്ന് പറഞ്ഞു. ഓഹരിക്കാരാകാതെ വിട്ടുപോരും, വായിച്ചു വിടുന്നതേ ഉള്ള. വെളിപ്പാട് പുസ്തകം 18-4. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ നിന്ന് അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ആകാതെയും ഇരിപ്പിൻ, അവളെ വിട്ടുപോരുവിൻ, അവിടെ നിന്ന് വിട്ടുപോരുവീൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിന്റെ വചനം അനുസരിച്ച് വിശുദ്ധരായി ജീവിക്കാനാ അല്ലെ. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക 4-ാം അധ്യായത്തിൽ അത് തന്നെയാണ് പറയുന്നത്. വായിച്ചു വിടാം, കുറച്ച് വാക്യങ്ങൾ വായിക്കാനുണ്ട്, പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് വായിച്ചു തീർക്കാം. 1 തെസ്സലോനിക്കർ 4-3 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും
അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചിരിക്കുന്നു. അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടിരിക്കും. നമ്മെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാ ദൈവം വിളിച്ചേക്കുന്നത്. പത്രോസിന്റെ ലേഖനത്തിലും അത് തന്നെയാണ്. പത്രോസും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പത്രോസിന്റെ ലേഖനം ഒന്നാമത്തെ ലേഖനം കുറച്ച് വാക്യങ്ങളെ ഉള്ളൂ, വായിച്ചിട്ട് പോകാം. 1 പത്രോസ് 1:14 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. നമ്മൾ എവിടെയായിരുന്നു? നമ്മെ എവിടെയാക്കിയ? നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കിയിരിക്കുന്നത്? പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന 14 മുതലുള്ള പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും, ഒരു നടപ്പിലല്ല, എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നു, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് അവരെ വിട്ട് പൊരുവീൻ. തുടർന്ന് 2-ാം അധ്യായത്തിൽ പറയുകയാണ് പത്രോസ്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പേൻ. ആ കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എന്തിനാണ്? ദൈവവചനത്താലാണ് നിങ്ങളെ രക്ഷിച്ചത്. നിങ്ങൾ ആ വചനത്തിൽ നിലനിൽക്കുക. അവിടെ 4-ാമത്തെ വാക്യം, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിൽ പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതമായി വർഗമായി പണിയപ്പെടുന്നു. ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളും അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ജനമാണെന്ന് പറയുന്നുണ്ട്. 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ഇല്ലാത്തവർ ഇപ്പോൾ കരുണ ലഭിച്ചവർ തന്നെ. അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് 21-ാമത്തെ വാക്യം വായിച്ചിട്ട് ഞാൻ നിർത്താം. അവിടെ 21-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്തിനാ? വിശുദ്ധിയോടെ ജീവിപ്പാൻ. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾക്ക് അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മറ്റേ വാക്യം വായിക്കാം, 6:7. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇതിനപ്പുറത്ത് ഇനി ഒന്നും പറയാനില്ല. ആ വാക്യം തന്നെയുണ്ട്, അവരിൽ നിന്ന് വിട്ടുപോരുവേൻ, ലോകത്തോട് ഇണയില്ലാ പിണ കൂടരുത്. നാം കർത്താവിന്റെ യോക്കിൻ കീഴിലായിരിക്കുന്ന വേറെ ഒന്നിന്റെ യോക്കിൻ കീഴിൽ നാം ആയിരിക്കാനായിട്ട് ഇടയാകരുത്. നാം ദൈവവചനം അനുസരിച്ച് ദൈവവചനത്താൽ രക്ഷിക്കപ്പെട്ട, അല്ലെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ മക്കളായവരാണ് ദൈവവചനത്തിൽ നിലനിൽപ്പ്. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചുകൊണ്ട് രക്ഷയ്ക്കായി വളരുക. അത്രയും മാത്രമേ ദൈവം നമ്മോട് ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവത്തിന്റെ മക്കളായിരിക്കാനാണ് എന്നും ദൈവം ആഗ്രഹിക്കുന്നത്. വിശുദ്ധിയോടെ അവന്റെ സന്ധ്യ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ട ലോകസ്ഥാപനത്തിന് ദൈവം നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്ത് നമ്മെ വിളിച്ച് വേർതിരിച്ച് നമ്മളെ മക്കളാക്കി തീർത്ത് തന്റെ ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന് ഇപ്പോഴും ദൈവത്തിന്റെ വചനത്താലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലും നമ്മെ നടത്തി. ലേഖനം 1:10 പറയുന്നത് ക്രിസ്തുവിൽ സകലവും ഒന്നായി ചേർക്കാം എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് നമ്മെ ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ ദൈവം നമ്മെ ഈ വചനങ്ങളാൽ ഇടയാക്കുമാറാകട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.